ഇനി മറ്റൊരു വാർത്തയിലേക്ക്. വയനാട് കമ്പളക്കാടിനടുത്ത് ജനവാസ മേഖലയിൽ കടുവ ഇറങ്ങിയതായി ആശങ്ക. വണ്ടിയാമ്പറ്റ റോഡിൽ രാത്രി ഓട്ടം പോയ ഓട്ടോറിക്ഷ ഡ്രൈവറാണ് കടുവയെ കണ്ടതായി പറയുന്നത്. ഇയാൾ മൊബൈലിൽ പകർത്തിയ ഒരു ചിത്രവും പുറത്തു വന്നിട്ടുണ്ട്. വനംവകുപ്പ് ഈ മേഖലയിൽ പരിശോധന നടത്തുന്നു. കാൽപ്പാടുകൾ ഉണ്ടോ എന്നാണ് ആദ്യം പരിശോധിക്കുന്നത്. ആവശ്യമെങ്കിൽ ഡ്രോൺ ഉപയോഗിച്ചുള്ള തിരച്ചിൽ നടത്തുമെന്ന് റേഞ്ച് ഓഫീസർ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ കടുവയെ കണ്ടയാളുടെ പ്രതികരണം ലഭ്യമാണ്. ഒപ്പം ഫോറസ്റ്റ് റേഞ്ച് ഓഫീസറിൻ്റെയും കേൾക്കാം. കയറ്റത്തിലെത്തിയപ്പോൾ എൻ്റെ ഒരു CNG വണ്ടിയാണ്. അപ്പോൾ പിക്കപ്പ് കുറച്ച് കുറവാണ്. അപ്പോൾ കയറി വരുമ്പോൾ ഒന്ന് ഗിയറൊക്കെ ഒന്ന് അഡ്വാൻസ് ചെയ്ത് ഇങ്ങനെ കയറി വരികയാണ്. അപ്പോൾ ഞാൻ ഈ വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് നല്ല ലൈറ്റിൻ്റെ വെളിച്ചുണ്ട്. ഈ ഒരു കാട്ടിൻ്റെ ഈ ഒരു തല കയറി വരുന്നുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇവിടെ പശുക്കളൊക്കെ ഉള്ള സ്ഥലമാണ്, പശുവാണ് വിചാരിച്ചിട്ട് ഞാൻ ഒന്ന് ബ്രേക്ക് ജസ്റ്റ് ഒന്ന് ചവിട്ടുകയും ചെയ്തു. പിന്നെ അപ്പോഴാണ് ആള് കയറിയിട്ട് ഇങ്ങോട്ട് റോട്ടുമൊക്കെ നിൽക്കുന്നത്. റോട്ടുമൊക്കെ നിന്നാണ് ഇത് കടുവയാണ് മനസ്സിലായത്. അപ്പോൾ ഞാൻ അവിടെ തന്നെ വണ്ടി നിർത്തി. അജ്മൽ എന്ന് പറഞ്ഞ ആൾ ഓട്ടോയിൽ പോകുന്ന സമയത്ത് കടുവയെ കണ്ടു. ആളൊരു ഫോട്ടോ എടുത്തു. ആ ഫോട്ടോ ഞങ്ങൾക്ക് അയച്ചു തരികയും ചെയ്തു. അതുകൊണ്ട് ഉടനെ കൽപ്പറ്റ RRT ഇവിടെ വന്ന് പരിശോധന നടത്തിയപ്പോൾ പറയത്തക്ക പൊക്കന്മാർ കിട്ടിയിട്ടില്ല. ഒന്ന് ട്രേ കിടക്കുന്ന ഏരിയ ആയതുകൊണ്ട്. എന്നാലും ഞങ്ങൾ മറ്റുള്ള പരിസര പ്രദേശങ്ങൾ നോക്കി. രാവിലെ ഞങ്ങൾ ഈ വയൽ പ്രദേശങ്ങളും അതോടൊപ്പം തന്നെ തൊട്ടടുത്ത് കാട് പിടിച്ചെടുക്കുന്ന കുറച്ച് എസ്റ്റേറ്റുകളുണ്ട്. ആ എസ്റ്റേറ്റ്